ഐ വിൽ ഹിറ്റ് യു ജെയ്സൽ ഒരൊറ്റ അടിയൊക്കെ വെച്ചെന്നുണ്ടല്ലോ. മലയാളം ചേർന്ന് എഴുതുന്ന കഥയിൽ ഇച്ചുബി എഴുതി വെച്ച വരികളാണ്. കഥയുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ കഥയുമായി ബന്ധമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെയും ഈ പുസ്തകത്തിലൂടെയും ഒരുപാട് പേര് എഴുതി തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം പിന്നിടുകയാണ്. ഒക്ടോബർ 9 മലയാള മനോരമ ഹോർത്തൂസ് അക്ഷരപ്രയാണം കോട്ടയം മനോരമ അങ്കണത്തിൽ വെച്ച് തുടങ്ങുന്ന സമയം മുതൽ ഒരുപാട് പേര് ചേർന്ന് എഴുതുന്ന കഥ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ട CMS കോളേജിലെ പ്രിൻസിപ്പൽ എഴുതി തുടങ്ങിയിട്ടുള്ള ഈ കഥ ഒരു മനുഷ്യൻ്റെതാണ്. തിരുവനന്തപുരത്ത് നിന്നും യാത്ര തുടങ്ങുന്ന വളരെ മിസ്റ്റീരിയസ് ആയ ഒരു മനുഷ്യൻ, അയാൾ ആരെയോ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രണയമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അവർ മഹാരാജാസിലാണ് വെച്ച് കണ്ടുമുട്ടിയതെന്ന് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള കഥയ്ക്ക് താഴെ വന്ന കമൻറ്റ് പറഞ്ഞു. അതിനുശേഷം അവരുടെ പ്രണയത്തെക്കുറിച്ചിട്ട് പറയാതെ പോയിട്ടുള്ള, ഹൃദയത്തിനുള്ളിൽ അടക്കി വെച്ചിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് പലരും പറഞ്ഞു. കഥ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരുന്നു. പോകെ പോകെ ചിലരൊക്കെ ആ കഥയ്ക്ക് മറ്റൊരു മാനം കൊടുത്തു. മനസ്സിലെവിടെയോ ഒരു മഞ്ഞ വെളിച്ചം, നിയോൺ മഞ്ഞ, കയ്യിലൊരു നേർത്ത സ്പർശം, തൊട്ടും തൊടാതെയും അങ്ങനെ അവൾ അങ്ങനെയാണ്. എപ്പോൾ സ്പർശമാവുമെന്നോ എപ്പോൾ ശൂന്യമാവുമെന്നോ പറയാനാവില്ല. അടിപൊളിയല്ലേ? പങ്കിട്ട് നുണഞ്ഞുകൊണ്ടിരുന്ന കോലൈസിൽ നിന്നും ഒരു തുള്ളി അവളുടെ വയലറ്റ് സാരിയിൽ വീണു. അപ്പോഴാണ് അവളുടെ സാരി ശ്രദ്ധിച്ചത്. വയലറ്റിൽ പിങ്ക് നിറമുള്ള പൂക്കളുള്ള സാരി. അവളത് വാങ്ങിയിരുന്നു. കുറേ വട്ടം കളിയായും കാര്യമായും കളിയാക്കിയും അവൾ അത്തരമൊരു സാരി ചോദിച്ചിരുന്നല്ലോ. തിരക്കുകളിൽ അവളെ മാത്രമേ മാറ്റി നിർത്താനാവുമായിരുന്നുള്ളൂ. അതിൽ പരിവഹിച്ചപ്പോൾ അവളുടെ നുണക്കുഴികളിൽ നേർത്തൊരു നാണത്തിന്റെ ചുവപ്പ് കൂടുകൂട്ടും. അതവളെ അതീവ സുന്ദരിയാക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. മഹാരാജാസിൽ തൻ്റെ ആശയത്തിന്റെ ശബ്ദവും തൻ്റെ പ്രണയത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷയുമായിരുന്ന അവളെ കുറിച്ചാണ് അയാളുടെ ഓർമ്മ. അവളെ തേടിയുള്ള യാത്രയിലാണ് അയാൾ നിൽക്കുന്നത്. അയാളൊരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ കഥയുടെ ബാക്കി നമ്മൾ ഇനിയും കേൾക്കും. കാരണം ഇതോടൊപ്പം ഒരുപാട് പേര് അവരുടെ കഥകൾ ഇങ്ങനെ ചേർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ കഥ കമന്റിട്ട് ഭംഗിയാക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ്. നമ്മൾ ഒരുമിച്ചത് മനോഹരമായ ഒരു കഥയാക്കി മാറ്റും.